60 കിലോമീറ്റർ മൈലേജ് നൽകുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഹൈബ്രിഡ് സ്കൂട്ടർ യമഹ പുറത്തിറക്കിയ പെർഫോമൻസ് കാറ്റഗറിയിൽ വരുന്ന ഒരു എക്കണോമിക്കൽ സ്കൂട്ടർ, അതാണ് റേ ഇസഡാർ എന്ന് പറയുന്നത്. CC ഒരു ബെനഫിഷ്യൽ ആയിട്ടുള്ള എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു എയർ കൂൾഡ് എഞ്ചിൻ, അതും എയർ കൂൾഡ് 4-stroke എഞ്ചിൻ, അതാണ് റേ ഇസഡാർ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്. 60 കിലോമീറ്റർ അഷ്വേർഡ് ട്രൂ മൈലേജ് പ്രൊവൈഡ് ചെയ്യാൻ ഈ വണ്ടിക്ക് ഈസിയായി സാധിക്കുന്നു. ഒരു 4-stroke എയർ കൂൾഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്, 125 CC ഒരു എഞ്ചിനാണ് റേ ഇസഡാറിൽ ഉള്ളത്. 8.2 PS പവറും 10.3 NM ടോർക്കുമാണ് ഈ 125 CC പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ റേ ഇസഡാറിന് ഉള്ളത്. ടെലിസ്കോപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഫോർക്കാണ് ഫ്രണ്ടിലുള്ള സസ്പെൻഷനില്. ബാക്ക് സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് സ്വിംഗ് ആം ഒരു സസ്പെൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ കംഫർട്ടായ രീതിയിൽ യാത്ര ചെയ്യാൻ ഈ സസ്പെൻഷൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ടയർ സൈസ് എന്ന് പറയുന്നത് 90-90-12 ഫ്രണ്ട് ടയർ സൈസും 110-90-10 എന്ന് പറയുന്ന കുറച്ച് വിട്ട് കൂടിയ കുറെ കൂടെ ആന്റി സ്കിഡ് ആട സേഫ്റ്റി ആയിട്ടുള്ള ഒരു ബാക്ക് റിയർ ടയറുമാണ് യമഹ റേയിൽ ഒരുക്കിയിരിക്കുന്നത്. റേ ഇസഡാറില് ഡ്രം, ഡിസ്ക്, ഒപ്പം തന്നെ സ്ട്രീറ്റ് റാലി വേരിയന്റ്, 3 വേരിയന്റുകളിലാണ് റേ ഇസഡാർ നമുക്ക് മുമ്പിലുള്ളത്. 130 mm ഡ്രം ബ്രേക്ക് വരുന്ന ഒരു വേരിയന്റ്, അത് ബേസ് വേരിയന്റ് ആണ് റേയുടെ ഡ്രം ബ്രേക്ക് വരുന്നത്. അതുപോലെ തന്നെ 190 mm ഡിസ്ക് ബ്രേക്ക് വരുന്ന മറ്റൊരു വേരിയന്റ് ഡിസ്ക് ബ്രേക്കിൽ നമുക്ക് അവൈലബിൾ ആണ്. സ്ട്രീറ്റ് റാലി എന്ന് പറയുന്നത് ഹാൻഡ് ഗാർഡോടുള്ള കുറെ കൂടെ ഒരു പെർഫോമൻസ് ആംബിയൻസോട് കൂടി വരുന്ന ഒരു സ്ട്രീറ്റ് റാലി വേരിയന്റും ഇതേ സമയം റേയിൽ അവൈലബിൾ ആണ്. 1880 mm ലെങ്ത് ആണ് റേ ഇസഡാറിൽ ഉള്ളത്. അതുപോലെ തന്നെ 785 mm സീറ്റ് ഹൈറ്റ്, ഒരു മെച്ചപ്പെട്ട സീറ്റ് ഹൈറ്റ് തന്നെയാണ് റേയില് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 145 mm ഗ്രൗണ്ട് ക്ലിയറൻസ്. നോർമലി സ്കൂട്ടറെ സംബന്ധിച്ച് ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു മോശപ്പെട്ട ഒരു റൈഡിങ് ജിയോഗ്രാഫിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയയിലൂടെ സഞ്ചരിച്ചാൽ തീർച്ചയായിട്ടും അത് വാഹനത്തിന് സഞ്ചരിക്കുന്ന റൈഡർക്കോ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഒരുക്കിയിരിക്കുന്നത്. 1280 mm വീൽ ബേസ് വണ്ടിയുടെ സ്റ്റെബിലിറ്റിയെയും കംഫർട്ടിനെയും സ്വാധീനിക്കുന്നുണ്ട്. റേ ഇസഡാറിന്റെ ഫ്യൂൽ ടാങ്കിന്റെ ക്യാപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത് വണ്ടിയുടെ സീറ്റിനുള്ളിലാണ്, അണ്ടർ സീറ്റിൽ തന്നെയാണ്. 5.2 5.2 ലിറ്ററിന്റെ ഒരു ഫ്യൂൽ ടാങ്ക് ആണ് റേ ഇസഡാറിനുള്ളത്. ഒപ്പം തന്നെ നമുക്ക് 21 ലിറ്ററിന്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ്, ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ രീതിയിലുള്ള ഒരു അണ്ടർ സീറ്റ് സ്റ്റോറേജ് റേ ഇസഡാറിന് ഉണ്ട്. ടോട്ടൽ 99 കിലോയാണ് റേ ഇസഡാറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ലേഡീസിനായാലും ഒരു ഏജഡ് ആയിട്ടുള്ള 40+ 50+ ആയാൽ പോലും വളരെ കംഫർട്ടായ രീതിയിൽ റൈഡ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും റേ ഇസഡാർ സാധിക്കുന്നു. 2026 മോഡലിലെ പുതുപുത്തൻ റേ ഇസഡാർ തന്നെ കോട്ടയം ജോർജ് മൈജ ഷോറൂമിൽ ഒരുങ്ങിയിട്ടുണ്ട്. റേ വേരിയന്റ് നമുക്ക് റേയുടെ ഡിസ്ക് വേരിയന്റുകളിലാണെങ്കിൽ ബ്ലാക്ക്, സിയാൻ ബ്ലൂ, മാറ്റ് റെഡ് വേരിയന്റുകളും, ഡിസ്ക് വേരിയന്റുകളിലാണെങ്കിൽ ഡാർക്ക് മാറ്റ് ബ്ലൂ, ബ്ലാക്ക്, സിൽവർ കോപ്പ് വേരിയന്റുകളിലും, സ്ട്രീറ്റ് റാലിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൈബർ ഗ്രീൻ, വെർമിലിയൻ ഗ്രേ, ഒപ്പം തന്നെ മാറ്റ് ഗ്രേ ഫിനിഷിലും വണ്ടി നമുക്ക് അവൈലബിൾ ആണ്. 2026 പുത്തൻ സ്റ്റോക്ക് തന്നെ കോട്ടയം ജോർജ് മൈജോയിൽ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വെൽക്കം ടു ജോർജ് മൈജോ. താങ്ക് യു.